ഹായ്, എല്ലാവർക്കും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ മാലിപ്പുറം ബീച്ചിൽ വന്നിരിക്കണേന്. പതിവ് പോലെ ഏട്ടൻ എനിക്ക് സാരി കൊണ്ട് ഊഞ്ഞാലയൊക്കെ കെട്ടിത്തന്ന് ഞാൻ അതിലങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഫോണിലും തോണ്ടി കിടക്കുകയാണ് കേട്ടോ. എനിക്കിന്ന് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. കണ്ട, ഞാനങ്ങനെ ആ ഊഞ്ഞാലയിൽ അങ്ങനെ കിടക്കുവാണേ. ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് നല്ല സുഖമാണ് കിടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഏട്ടൻ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കണേണ്. ഏട്ടനെ കാണുന്നുണ്ടോ? സൂം ചെയ്യട്ടേട്ടാ. ആ കണ്ട, ആ നിൽക്കുന്നതാണ് ഏട്ടൻ. അപ്പോൾ ഏട്ടൻ ക്രിക്കറ്റ് കളിയായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചേ, എപ്പോഴും മാലിപ്പുറം ബീച്ചിലാണെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അതല്ല, ഇവിടെ മൂളിക്കാടാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാമെന്ന് ഓർത്തു. ചെറിയ തോതിൽ നിങ്ങൾക്ക് ഈ മൂളിക്കാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഇതുവരെ ഞാനിവിടെ വന്നിട്ട് മാലിപ്പുറം ബീച്ചിൽ ഞാനൊന്ന് കാല് നനച്ചിട്ടേ ഇല്ല, ഇറങ്ങിയിട്ടില്ല. മാലിപ്പുറം ബീച്ചിൽ നിന്നല്ല, ഞങ്ങൾ പുതുവൈപ്പ് ബീച്ചിൽ പോയാലും ഞാൻ അങ്ങനെ ബീച്ചിൽ ഇറങ്ങൂല. കരയിലിരുന്നിട്ട് അതായത് കക്കയില്ലേ, അതിൻ്റെ ഷെല്ല് വറക്കലാണ് എൻ്റെ പണി. ഏട്ടൻ എപ്പോഴും പറയും ഞാൻ ബീച്ചിൽ വന്നത് അത് വറക്കാനാണെന്ന്. അപ്പോൾ അതേ നമ്മുടെ സൂര്യൻ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പകൽ മുഴുക്കെ നമുക്ക് ചൂടൊക്കെ തന്ന് ബാക്കി ചൂട് രാത്രിത്തേക്കും വെച്ചിട്ട് പുള്ളി യാത്ര പറയണേ കേട്ടോ. ഞാൻ എഴുന്നേറ്റ് നടന്ന് ആ കാണുന്നത് വടക്ക് വശമാണേ. അതായത് നമ്മൾ ഇളങ്ങുന്നപ്പുഴ ഭാഗം അതങ്ങാട് ഫുള്ള് മൂളിക്കാടാണ്. ഇളങ്ങുന്നപ്പുഴ വരെ മൂളിക്കാടാണ്, വളപ്പ് തുടങ്ങി. അപ്പം ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റ് കണ്ട. ആ പ്ലാന്റിൽ ഞാനൊരു മുയൽച്ചെവി പ്ലാന്റിൻ്റെ പോലത്തെ ഒരു പ്ലാന്റ് കണ്ടേ. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ അത് ഒരെണ്ണം പറിച്ച് കൊണ്ടുപോയിട്ട് മറ്റേ ചെടിച്ചട്ടിയിലേ അതിൽ നടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. ഇതാണ് കേട്ടോ പ്ലാന്റ്, കണ്ട. അപ്പം അത് ഇങ്ങനെ എപ്പോഴും ഞാൻ വരുമ്പോൾ കാണും, എടുക്കണമെന്ന് ഓർക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ചെടിച്ചട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ വൈകുന്നേരത്തെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ചേട്ടന്മാരുടെ വള്ളമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവരുടെ വെള്ളം അവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, വൈകുന്നേരം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. അത് ഇവിടെ താഴത്ത് കുറച്ച് ഇത്തലൊക്കെ ഉണ്ട്, കിടപ്പുണ്ട്. ഇതാണ്ട അങ്ങേറ്റത്ത് ആ കാണുന്നത് വളപ്പാണേ. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കുന്നേനെ. കണ്ട, ആ കാണുന്നത് വളപ്പാണ്. കണ്ടമാനം ആൾക്കാരുള്ളത് വളപ്പാണ്. അവിടം വരെ നമുക്ക് ഈ പറഞ്ഞ മൂളിക്കാട് ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോഴത്തേക്കാണ് ഈ ആളെ കാണുന്നത്. പോരാത്തതിന് വേറൊരാൾ കൂടി ഉണ്ടേ. ഇതേനാ, ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കാലൊക്കെ നനക്കാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് അവിടെ ചെന്ന് ഇവർ ഈ ഫോട്ടോ എടുക്കണ എന്തോ ഇതിലാണ്. കണ്ടോ, അറ്റം വരെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണാൻ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ സൈഡിലിരുന്നാലും നല്ല സുഖമാണ്. ഇപ്പോൾ നട്ടുച്ച നേരത്ത് വന്നാലും നമുക്ക് ആ മൂളിക്കാടിൻ്റെ ഉള്ളിൽ ഒരു വലയൊക്കെ കെട്ടി അങ്ങനെ കിടക്കാൻ, അല്ലെങ്കിൽ വെറുതെ ഒന്നിരിക്കാനായാലും നല്ല സുഖമുണ്ടാകും. അപ്പോൾ നമ്മുടെ ആൾ ഇതേ കടലിലോട്ട് നോക്കി ഒന്നും അറിയാതെ അങ്ങനെ ഇരിക്കുവാണ്. അവിടെ കുറച്ച് പേര് റീൽസ് ചെയ്യണ എന്താ കാണുന്നത്. പുള്ളി കാഴ്ചയും കണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. ഏട്ടൻ വന്നിട്ടില്ല കേട്ടാ. ഏട്ടൻ്റെ കളി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് പോകുന്നേ. പിന്നെ കാല് നനക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയ ഞാൻ ഒരുമാതിരി മൊത്തത്തിൽ നനഞ്ഞിട്ടാണ് കയറിയത്. കാരണം ആ റീൽസ് എടുക്കാനായിട്ട് വെച്ചാൽ പിള്ളേർ ബൈക്കും കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് മാറിക്കൊടുത്തു. വലിയ തിര വന്നായിരുന്നു. അങ്ങനെ ഞാൻ പകുതിയോളം നനഞ്ഞു. എനിക്ക് കടലിൽ നനയണ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് എനിക്ക് ഈറുമ്പോൾ നമ്മുടെ കാലിലൊക്കെ മണ്ണാവൂലേ, അതെനിക്ക് പറ്റൂല. അത് കാരണം തന്നെ അങ്ങനെ ഇറങ്ങാറില്ല.
കണ്ട. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ കളിയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് അവിടെ കൂവി കുറേ വേറെ പട്ടിക്കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇരുന്ന് കളിക്കണേന്. ഏട്ടൻ കുറേ വിളിച്ചിട്ട് അവൻ വന്നില്ലേ. അപ്പം ഞാൻ വിളിക്കുമ്പോൾ വന്നതാണ് കേട്ടോ കാണാത്. നോക്കിക്കോട്ടെ, ഞാൻ വിളിക്കുമ്പോൾ തന്നെ അവൻ വരും. അവരെ ഫ്രണ്ട്സാണ് കേട്ടത്. ഞാൻ വിളിച്ചപ്പോൾ വന്നെ വരെ നോക്കിയേ. ഓടിയാ ഒന്നുമില്ലേ, ഞാൻ പറ്റിച്ചാണ്. പിന്നെ ഏട്ടൻ വന്ന് കുറച്ചു നേരം കളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും എൻ്റെ പുറകെ തന്നെ ആയിരുന്നട്ടാ. ഞങ്ങൾ പോകുന്നത് വരെയും, അതായത് ഞങ്ങൾ പോരുന്നു വണ്ടി വെക്കുന്ന ആ വഴി വരെ അവൻ എൻ്റെ പുറകെ വന്നു. അതുപോലെ എൻ്റെ അടുത്തോട്ട് പട്ടി വരും തോറും അവൻ എൻ്റെ അരികത്തോട്ട് വന്നുകൊണ്ടിരിക്കണേട്ടാ. ഞങ്ങൾ ഭയങ്കര കൂട്ടെ. ഞാനിനി നാളെ വന്നാണെങ്കിൽ നാളെ കൊണ്ടുവന്ന് തരാട്ടാ. പോട്ടെ. അവന് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് വന്നത് എന്നല്ല, അവന് ഭക്ഷണം കൊടുക്കണേക്ക് മുന്നേ അവൻ എന്നായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. എന്താ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഓട്ടവും ചാട്ടവും കളിയാണേ. ഇപ്പം അവൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ ഞാൻ പൊയ്ക്കോടാന്ന് പറഞ്ഞിട്ട് അവൻ പോകാതെ നിൽക്കണേനെ കാണുന്നത് കേട്ടാ. അവൻ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കണേന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ഇവിടെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ, സീ യു. സൂര്യൻ കടലിൽ താഴുന്നത് പോലെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.